ഇപ്പോൾ ഗംഗാധരൻ കുട്ടമത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് നിരവധി ഓർമ്മകളാണ് പങ്കുവയ്ക്കാനുള്ളത് എന്നാണ് നമ്മളോട് ഇവന്ന് അറിയിച്ചിട്ടുള്ളത്. എം ടി പറ്റി എന്ന് പറയുന്നത് സാധാരണ എല്ലാ വായനക്കാരുടെയും പ്രേക്ഷകരെയും പോലെ എം ടി എഴുതി മുഴുവൻ വായിക്കുകയും എം ടിയുടെ സിനിമകൾ മുഴുവൻ കാണുകയും ചെയ്യുന്ന ഒരു സഹൃദയം എന്നതാണ് എം ടി ആയിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. അതിലുപരി ഞാൻ പ്രസിഡന്റായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ സഹൃദയ വേദി ഓരോ വർഷവും മലയാളത്തിലെ ആനുകാലികങ്ങളിലെ ഏറ്റവും നല്ല കവിതയ്ക്ക് മഹാകവി കുട്ടമത്ത് അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. 95 ആ അവാർഡ് നൽകുന്നതിന് വേണ്ടി വന്നത് എം ടി വാസുദേവൻ നായരാണ്. പി കെ ഗോപിക്ക് ചെറുവത്തൂരിൽ വെച്ച് എം ടി അവാർഡ് സമ്മാനിച്ചു. ആ ചടങ്ങിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മാതൃഭൂമിയിലും പിന്നീട് അദ്ദേഹത്തെ ചെറുവത്തൂരിൽ കൂട്ടിക്കൊണ്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വീട്ടിൽ വന്നതാണ് ആദ്യത്തെ അനുഭവം. പിന്നീട് എപ്പോഴും ഞാൻ കോഴിക്കോട് വരുമ്പോൾ എം ടിയുടെ വീട്ടിൽ വന്നിട്ട് കണ്ടിട്ടാണ് പോകാറ്. ആ പരിചയം പുതുക്കാനും ആ അനുഗ്രഹം വാങ്ങാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പിലാണ് ഞാൻ കോഴിക്കോട് വന്നാൽ എം ടി കാണും. ഇന്നത്തെ യാത്ര എം ടി കാണാനുള്ള അവസാനത്തെ യാത്ര എന്നുള്ളത് സങ്കടം തന്നെയാണ്. എം ടി എന്ന് പറയുന്നത് എം ടിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞത് മലയാളത്തിൻ്റെ മഹാസുഹൃതം. ഇപ്പോൾ സ്വർഗവായ തുറക്കുന്ന സമയം കാത്ത് കാലത്തെ പിന്നിലാക്കി എം ടി കടന്നുപോയി. ഇനി പകരം ഒരു എം ടി ഇല്ല. ആ ശൂന്യത നികത്താൻ ഇനി ഒരു എഴുത്തുകാരനോ ഒരു ചലച്ചിത്രകാരനോ മലയാളത്തിലില്ല. അപ്പോൾ ഈ സംസ്കാര കേരളം അല്ലെങ്കിൽ ലോക സാഹിത്യം ഈ ദുഃഖത്തിൽ വ്യക്തിപരമായും ഞാൻ പങ്കുചേരുകയാണ്. ഈ അവസരത്തിൽ എം ടിയുടെ നല്ല ഓർമ്മകൾ ആ മഹാമനുഷ്യരുടെ മരണ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് ഞങ്ങളുടെ എം ടിയെ എം ടിയുടെ കഥ എന്ന് പറയുമ്പോൾ എല്ലാ കഥകളും ഇപ്പോൾ അന്ന് കാലത്തിൽ അപ്പുണ്ണി ഓരോ കഥ വായിക്കുമ്പോഴും നമ്മളാണ് അതിലൊരു കഥാപാത്രം തോന്നുന്നൊരു ഇതായിരുന്നു. മുമ്പ് എം ടി പറയുമായിരുന്നു തറവാട് കഥകൾ അല്ലെങ്കിൽ മരുമകന്റെ സംഘത്തിൽ അർത്ഥം വരാതെ പോലും മരുമകന്റെ ദുഃഖം ഒറ്റപ്പെടുത്തു പോകുന്ന ഈ ഹിന്ദു തറവാടിലെ മരുമകന്റെ ദുഃഖം. പക്ഷെ അതൊക്കെ വ്യത്യസ്തമായി ഷെർലക്ക് എന്ന കഥ എം ടി അമേരിക്കയിൽ പോയപ്പോൾ ഈ സാമ്രാജ്യത്വം ലോക മുതലാളിത്വം എങ്ങനെ ഒരു മനുഷ്യനെ അവന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നഖം താഴ്ത്തുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഷെർലക്ക് എന്ന കഥ. അതിൽ പൂച്ചയുടെ നഖം, പൂച്ച ഇരപിടിപ്പം മാത്രമേ നഖം പുറത്തു വരും, അല്ല സമയത്ത് നഖം മുന്നോട്ട് വലിച്ചിട്ടുണ്ടോ. അത് ഒരു സിംബോളിക്കായിട്ട് വളരെ പ്രതീകാത്മകമായിട്ട് എം ടി കഥയിൽ പറയുന്നു. ഓരോ കഥ എടുത്തു വെച്ചാൽ അത് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. മലയാളത്തിൽ എന്താ പറയുക, ഏറ്റവും എണ്ണപ്പെട്ട ഏറ്റവും കഥ എടുത്തില്ല ഒരു 3 വിഷയങ്ങളിലൊപ്പം എല്ലാ ജനത്തിനും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മറ്റു ചില ഓരോ കഥാകൃത്തുകളും നോവൽസുകളൊക്കെ ഒരു വിഭാഗത്തിൻ്റെ ബുദ്ധിജീവികളുടെ ഒരു പ്രത്യേക തട്ടിലുള്ള ആളുകളുടെ എഴുത്തുകാരൊക്കെ ഉണ്ട്. പക്ഷെ എം ടി വാസുദേവൻ മുഴുവൻ വരുന്നു. ഇന്ത്യയുടെ സിനിമ, ഇന്ത്യയുടെ സാഹിത്യമൊക്കെ മുഴുവൻ ജനങ്ങളുടെയും സ്വന്തമാണ്. നമുക്കറിയാം, മലയാളത്തിലെ എണ്ണപ്പെട്ട സിനിമാ നടന്മാരുടെ കഥയെടുത്താലും അവരുടെ 100 കണക്കിന് സിനിമ ചെയ്യുമ്പോൾ അതിൽ വിരലെണ്ണാവുന്ന ക്വാളിറ്റിയിലുള്ള ഗുണമേന്മയുള്ള സിനിമകൾ 5, 6, 10 ഉണ്ടാവും. അത് 10ലും എം ടിയുടെ കയ്യൊപ്പുണ്ടാവും. എം ടി ഒരുക്കി കൊടുത്ത് എം ടി കണ്ടെത്തിയ സിനിമയിലായിരിക്കും ഈ നടന്മാരൊക്കെ, മലയാളത്തിലെ എല്ലാ പ്രിയപ്പെട്ട നടന്മാരും പ്രധാനപ്പെട്ട നടന്മാരൊക്കെ കഴിവ് തെളിയിച്ചത്. അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയുക അനുഗ്രഹിക്കപ്പെട്ട നടന്മാരൊക്കെ എം ടിയുടെ പരസ്പർശമുണ്ടാകും. തീർച്ചയായും മധുര അത് തന്നെയാണ്. ഈ ചില കഥാപാത്രങ്ങൾ താൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു പോകുന്ന ഒരു തരത്തിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ കഥകളാണ്, വാക്കുകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത്രമേൽ ആ ഒരു തരത്തിലാണ് ആളുകൾ ഇവരെ ഓർത്തു വെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. ചേട്ടാ, എങ്ങനെയാണ് എം ടി ഓർക്കുന്നത്? ഏറ്റവും വലിയൊരു സാഹിത്യകാരൻ, എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടൊരു സാഹിത്യകാരൻ. ഒരുപാട് നോവലുകൾ അദ്ദേഹത്തിന് വായിച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത് കോഴിക്കോട് എം ടി ഫസ്റ്റ് വന്നിരുന്നു. അന്ന് പ്രശാന്ത് നാരായണ സാറപ്പുറം ആ ക്യാമ്പിൽ ഫുള്ളായിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ കൂടുതലായിട്ട് അറിയുന്നത് ഈ അടുത്ത് കോഴിക്കോടിലെ എം ടി ഫസ്റ്റിലെ പരിപാടി പങ്കെടുത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നോവലുകൾ, നാലുകെട്ട്, അതുപോലെ തന്നെ വൈശാലി എന്ന ഒരു തിരക്കഥ, അദ്ദേഹത്തിൻ്റെ തിരക്കഥ എനിക്ക് വൈശാലി ഇഷ്ടപ്പെട്ട തിരക്കഥയാണ്. ആ തിരക്കഥ കൂടെ വായിച്ച് അനുഭവം വെച്ച് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കലാകാരൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലിൽ കൂടെ എനിക്ക്
ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു. ആ നോവൽ വായിച്ചതിൻ്റെ അനുഭവം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആൾക്കാർക്കും പകർത്തി. എങ്കിലും അദ്ദേഹത്തിൻ്റെ നേരിൽ കണ്ട് സംസാരിക്കാൻ ഒരുപാട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. നാളെ കഴിച്ച് വല്ലപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. ഇനിയും അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും അദ്ദേഹം ദൈവമായി. അദ്ദേഹം ഗൗരവമുള്ള ഗൗരവക്കാരനാണ്. പക്ഷെ ഗൗരവക്കാരൻ എന്തിനു ചോദിച്ചാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നടക്കുമ്പോഴാണ് അദ്ദേഹം ദേഷ്യം പിടിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ മറ്റൊരു രീതിയിലുള്ള ദേഷ്യക്കാരനല്ല. അത് ഒരു കണ്ടന്റ്, എന്തെങ്കിലും ഒരു നോവലിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ കണ്ടന്റ് വളരെ വ്യക്തമായ രീതിയിലല്ല എന്ന് തോന്നുമ്പോഴാണ് അദ്ദേഹത്തിന് ദേഷ്യം വരാതെ എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മനസ്സിലായത്. എൻ്റെ പേര് ബാലകൃഷ്ണനാണ്. ഞാൻ ചാത്തമംഗലത്താണ്. ചാത്തമംഗലം പോയിട്ടത് ചാത്തമംഗലം ഇത്രയാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം പോയത് വലിയ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്ന കുടുംബത്തിൻ്റെയും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും റഷ്യ പ്രസ്ഥാനത്തിൻ്റെയും ദുഃഖം പ്രകടിപ്പിക്കുന്നത്.